MSMൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രോഫ്കോൺ ജാനുവരിയിൽ സംഘടിപ്പിക്കുകയാണ്. MSMൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് മാതാപിതാക്കളുടെ മക്കളെ നന്മയിലേക്ക് വഴി കാണിച്ച മഹത്തായ വിദ്യാർത്ഥി സമ്മേളനമാണ് പ്രോഫ്കോൺ. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ. നിങ്ങളുടെ ഉമ്മ ഒരുപാട് പ്രയാസത്തിനുമേൽ പ്രയാസവുമായാണ് നിങ്ങളെ പ്രസവിച്ചത്. നമ്മുടെ പിതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ, നമ്മുടെ പിതാവ് നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ നാം നേരിട്ട് കാണുന്നവരും അനുഭവിക്കുന്നവരുമാണ്. എന്നാൽ നമ്മുടെ മാതാവ് ഒരുപാട് പ്രയാസത്തിനുമേൽ പ്രയാസവുമായി നമ്മെ പ്രസവിച്ചത് ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ 15 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളുടെ ബാധ്യത ആ മനുഷ്യന് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ മക്കൾ കാര്യങ്ങൾ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ തങ്ങളുടെ ബാധ്യതകളെക്കുറിച്ച് തിരിച്ചറിയാതെ തിന്മയിൽ നിന്നും തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ലഹരിയിലെ പിടിയിലകപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് നേരിട്ട് പോലും പരിചയമുള്ള കാലഘട്ടമാണ്. ഇന്ന് നമ്മുടെ സമൂഹം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകൾ തിന്മകൾ ചെയ്തുകൊണ്ട് മടുത്തുകൊണ്ട് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൽ ബിറുല ഇൻഷ വൽ ഇസ്മുല യബുല വദ്ദയ്യാലുല യനാം യഅമൽ കമാ ശഅത് കമാ തദീനു തുദാൻ. നീ വേണ്ടതുപോലെ ജീവിച്ചു കൊള്ളുക. എങ്ങനെയാണ് നീ പെരുമാറുന്നത്, അങ്ങനെയാണ് പരലോകത്ത് നിന്നോടും പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. അൻത മഅമൽ ഹിതബത. നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്റ്റാറിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവരോടൊപ്പം വഴികേടിലുമാകാം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى لا يأتي على الناس الزمان تكون همة أحدهم فيه بطن وجينه هوى. ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, അന്ന് ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടമെന്താണോ അതനുസരിച്ചായിരിക്കും ജീവിക്കുക. വഹുലിക്കൽ ഇൻസാനു ലഈഫ. മനുഷ്യൻ വളരെ ദുർബലനാണ്. അവൻ പെട്ടെന്ന് തന്നെ തിന്മയിലേക്ക് വഴുതി വീഴുന്ന പ്രകൃതക്കാരനാണ്. ഈമാനുള്ളവരുടെ പോലും അവസ്ഥ അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഇത്തരം പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്ന് വളരെ വിനീതപൂർവം നമ്മുടെ മാതാപിതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്.